ഗുഡ് മോർണിംഗ് എവരും. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൽ എല്ലാം കണ്ടെയ്ൻഡാണ്. യേശുക്രിസ്തുവിലാണ് എല്ലാം ഉള്ളത്. യേശുവാണ് ദ വേർഡ് ഓഫ് ഗോഡ് അല്ലെ. ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എല്ലാം എവരിത്തിങ് അല്ലെ, എവരിത്തിങ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു യേശുവിന് വേണ്ടി, യേശു വഴി ആണ് പറഞ്ഞിരിക്കുന്നത്. ത്രൂ ഹിം, ബൈ ഹിം, ഫോർ ഹിം എന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ എപ്പോഴും അവൻ്റെ ഒപ്പമായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അല്ലെ. സൃഷ്ടിച്ച സമയത്ത് പാപമൊന്നും ഇല്ലായിരുന്ന ആൾക്കാർ, ദൈവത്തിന്റെ ഗ്ലോറിയിൽ അല്ലെ, ഇറ്റേണിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, പാപം കാരണം വീണു പോയവര്, അവരെ തിരിച്ച് തന്നിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ള ഡിസിഷനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരികയും നമ്മൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും നമ്മളെ ഇന്ന് തിരിച്ച് തന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ദൈവം നമ്മോട് പറഞ്ഞ കാര്യം ഇത്, അന്വേഷിപ്പിൻ അവനെ. എപ്പോഴും അന്വേഷിക്കുന്നവരായിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനത്തിലും ഓരോ സ്റ്റെപ്പിലും നമ്മൾ അവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കട്ടെ. നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസിലും അല്ലെ, തീരുമാനങ്ങളും അതെല്ലാം അവനിൽ മാത്രം ബേസ്ഡ് ആയിട്ടുള്ളത് ആയിരിക്കട്ടെ. നമ്മൾ അവസാനം അവനിൽ കാണപ്പെടുന്ന വ്യക്തികളുമായിരിക്കട്ടെ അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവേ, സംവിധാനം നന്ദി പറയുന്നു. നിങ്ങളുടെ വചനത്തിനാണ് നന്ദി പറയുന്നു. അന്വേഷിക്കാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. ഓരോ നിമിഷവും ജീവിതത്തിന്റെ ഓരോ നിമിഷം അങ്ങനെ അന്വേഷിക്കുന്നവർ, അങ്ങനെ കണ്ടെത്തുന്നവരായിരിക്കട്ടെ. അങ്ങയിലായിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. ഹൃദയവും മനസ്സും മൊത്തം അങ്ങയിലായിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. കർത്താവ്, താങ്ക് യു ജീസസ് മിസ്റ്റർ. പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റ്. ഇന്ന് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കിന്ന് പ്രവർത്തികളിലേക്ക് പോകും 17-ാമത്തെ ചാപ്റ്റർ 17-ന്റെ 22 തൊട്ട് 28 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 17-22 തൊട്ട് 28 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അരയോപഗമധ്യേ ഏറോപേഗസ് എന്ന് പറയും നിന്നുകൊണ്ട് പറഞ്ഞത്, അധീന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിനും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. അതിഭക്തന്മാർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് റിലീജിയസ് ആയിരിക്കുന്ന ആൾക്കാർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഭക്തി ഒന്ന്, പിന്നെ റിലീജിയൻ അല്ലെ, മതം എന്ന് പറയുന്ന വേറൊരു കാര്യം അല്ലെ. 23-ാമത്തെ വാക്കോട്ട് പറയുക. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഏതൻസില് അല്ലെ അഥീനയില് എങ്ങനെയാണ് പോൾ എത്തിപ്പെട്ടത്? അപ്പൊ നമുക്കറിയാം 17-ാമത്തെ ചാപ്റ്ററിന്റെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, തെസലോനിക്കയില് പോളും സൈലസും എത്തുന്നു. അവർ ഒരു ടീമായിട്ടാണല്ലോ അവർ യാത്ര ചെയ്യുന്നത്. അപ്പൊ അവര് എത്തുന്നു. തെസലോനിക്കയിലുള്ള ആൾക്കാര് റഫായിട്ടുള്ള ആൾക്കാർ, പക്ഷെ എന്നാലും കുറച്ചു പേര് എങ്കിലും ജൂതന്മാരിൽ നിന്നും വിശ്വാസത്തിലേക്ക് വരുന്നു. കുറേയധികം ഗ്രീക്കുകാരും അല്ലെ, ജാതികളിൽ നിന്നുള്ളവരും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. പക്ഷെ അവിടുത്തെ അസൂയ മൂത്തോട്ടുള്ള ജലസ് ആയിട്ടുള്ള ഈ ജൂതന്മാര് എല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടുന്ന് പിന്നെ ബെറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോളിന്, തിമോത്തിക്കും സൈലസിനും വരേണ്ടി വരുന്നു. അപ്പൊ അവിടെ ബെറിയയിലുള്ളവര് കുറേയും കൂടെ നല്ല മനുഷ്യരായിരുന്നു. നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചും കൂടെ സ്വീകരിക്കുന്ന ആൾക്കാർ അല്ലെ, വചനം സ്വീകരിക്കുന്ന വ്യക്തികളായിരുന്നു. അപ്പൊ അങ്ങനെ കുറേയധികം പേര് വചനമൊക്കെ സ്വീകരിച്ചിരുന്ന സമയത്ത് അപ്പൊ പിന്നെ തെസലോനിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന്, ജൂതന്മാർ വന്ന് ബെറിയയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അതോടുകൂടി തന്നെ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് പോളിനെ എങ്ങനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നാട് കടത്തണം അല്ലെ. അപ്പൊ ഏതൻസിലേക്ക് അല്ലെങ്കിൽ അഥീനയിലേക്ക് പോളിനെ വിടുന്നു, കുറെ ആളുകളുടെ ഒപ്പം വിടുന്നു അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് നടക്കുന്ന കാര്യത്തെ പറ്റിയാണ് സംഭവിക്കുന്നത് ഇവിടെ പറയുന്നത്. അപ്പൊ ഏതൻസിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പോളിന് വചനം പറഞ്ഞേ പറ്റത്തുള്ളൂ. അതാണ് പോളിന്റെ ജീവിതം, അതായിരുന്നു. അപ്പൊ അങ്ങനെ മാർക്കറ്റ് പ്ലേസിലും സിനഗോഗിലൊക്കെ വചനം പറയുന്നപ്പോ അങ്ങനെ ഇരുന്നപ്പോ ഇപ്പൊ ഏതൻസിലുള്ള വേറെ കുറച്ച് ആൾക്കാർ, എന്താണ് ഈ പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിനെപ്പറ്റിയാണ് ഫോറിൻ ദൈവങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ ഇവിടെ ഏറോപേഗസിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അരയോപഗമധ്യേ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ വെച്ച് പോൾ ഇങ്ങനെ അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ അവരോട് പറയാ, അധേന പുരുഷന്മാർ, അപ്പൊ ഏതൻസുള്ള ആൾക്കാര് അവര് റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം മിടുക്കം കാണിക്കുന്നവർ, പക്ഷെ ദൈവമായിട്ടുള്ള കണക്ഷനൊന്നുമല്ല, മതപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ്. ഇനി 23-ാമത്തെ വാക്ക് പറയും, ഞാൻ ചുറ്റും നടന്നു നിങ്ങളുടെ പൂജാസ്ഥലങ്ങൾ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്.
അപ്പൊ ഇവർക്ക് കുറേയധികം ആൾക്കാരെ ഇവരിങ്ങനെ ഇട്ട് പൂജിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അറിയാത്ത ഒരു ദൈവം എന്നുള്ളത് പേരിലുണ്ട്. അപ്പൊ ആ അറിയാത്ത ദൈവം യേശുക്രിസ്തു ആണ് എന്ന് പറയുവാണ്. ആ ദൈവത്തെ പറ്റി ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പറയുന്നു. ലോകവും അതിലുള്ളതും ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നുമില്ല. അപ്പൊ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം യേശു ക്രിസ്തു. നമുക്കറിയാം പിതാവ് തന്റെ പിതാവ് അവര് മൂന്നുപേരും ഒരുമിച്ച് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഹവർ ചെയ്തുകൊണ്ടിരുന്നു അല്ലെ, എം ഡി ആയിട്ടുള്ള എന്താ പറയാ ഭൂമിക്ക് മുകളില് പിതാവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ എല്ലാം ഉണ്ടായി. അപ്പൊ നമുക്കറിയാം ജോണിന്റെ 1 പോകുമ്പം ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവം എല്ലാത്തെയും സൃഷ്ടിച്ചവൻ അല്ലെ, യേശു വഴി സൃഷ്ടിച്ചിരിക്കുന്നു, യേശുവിന് വേണ്ടി, ത്രൂ ജീസസ്, ഫോർ ജീസസ്, ബൈ ജീസസ്, യേശുവിനെ കൊണ്ട് അല്ലെ, എങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർക്കെതിരെ 1-ാമത്തെ ചാപ്റ്ററിൽ 16 തൊട്ട് 17 ഒക്കെ ഉള്ള വാക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് 15 16, 17 ഒക്കെ വാക്കുകൾ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ യേശു വഴിയാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെതാണ് ഈ കാണുന്ന മൊത്തം അല്ലെ, ലോകവും ആകാശവും ഭൂമി എല്ലാം അതിലുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ് അല്ലെ. അപ്പൊ എന്താ പറയാ, അങ്ങനെ കൈപ്പണിയായ ഒരു ക്ഷേത്രത്തിൽ വസിക്കുന്നവനുള്ള ദൈവം. കാരണം സൃഷ്ടാവിനെ സൃഷ്ടിച്ചതിന്റെ അകത്ത് എങ്ങനെ താമസിക്കാൻ പറ്റും അല്ലെ. പിന്നെ പറയുക, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നുമില്ല അല്ലെ. അപ്പൊ എല്ലാം ജീവനും ജീവിതവും ശ്വാസവും എല്ലാം വരും ദൈവത്തിൽ നിന്നാണ്, എല്ലാം വരും ദൈവത്തിൽ നിന്നാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ദയത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ ഓഫറിങ് കൊടുക്കുമ്പോൾ നമ്മളൊന്നും വലിയ കാര്യമായിട്ട് എന്താ പറയുക നിഗളിക്കാനൊന്നുമില്ല. കാരണം വെച്ചാല് ദൈവത്തിന്റെ മണി, ദൈവത്തിന്റെ കാശ് നമ്മൾ തിരിച്ച് ദൈവത്തിന് തന്നെ കൊടുക്കണം, അത്രേ കാര്യമുള്ളൂ അല്ലെ. എല്ലാം വരുന്ന അവനിൽ നിന്നാണ്. ഇതെല്ലാം കരുണയാണ്, നമ്മളോട് കാണിക്കുന്ന വലിയ ഗ്രേസ് ആണ്. ആ ഗ്രേസിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അല്ലെ. 26-ാമത്തെ വാക്ക് പറയുക, ഭൂതലത്തിൽ എങ്ങു കുടിയിരിപ്പാൻ അവൻ ഒരുത്തൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് സോറി അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തൽ നിന്ന് മനുഷ്യജാതിയും ഒക്കെ ഉണ്ടാക്കി, ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഒരു രക്തത്തിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടാക്കിയിരിക്കുന്നു പറയുക, അത് പറയുന്നത് ആടത്തിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, അത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം യേശുക്രിസ്തുവിലാണ് ഉള്ളത്, എല്ലാം യേശുക്രിസ്തുവിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. എന്താ പറയുക, ലോകാരംഭത്തിന് മുമ്പേ ക്രൂശിതനായിരിക്കുന്ന കുഞ്ഞാടാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ക്രൂശിതനായത് എന്താ വെച്ചാൽ നമ്മളെ ഫോം ചെയ്തതിന് വേണ്ടി. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എന്താ പറയുന്നത്, നമ്മൾക്ക് ഒരു ഇത് ഗോതമ്പ് മണി അല്ല, അത് താഴെ വീണ് ചത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഒരുപാട് ഗോതമ്പ് ചെടികൾ വരത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നാണ് നമ്മളെല്ലാരും ഫോം ചെയ്തിരിക്കുന്നത്. ആദ്യമേ നമ്മളുടെ ജനനം അങ്ങനെ തന്നെയായിരുന്നു. വീണ്ടും ജനനം നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. അവന്റെ അല്ല, നമ്മളോട് ബാപ്റ്റിസം എടുക്കുമ്പോൾ യേശുവിന്റെ മരണത്തിലേക്കാണ് ബാപ്റ്റിസം എടുക്കുന്നത്. റോമർക്കെതിരെ ലേഖനത്തിന്റെ 6-ാമത്തെ ചാപ്റ്ററിൽ 3-4 വാക്കുകളെങ്കിലും പറഞ്ഞത് അവനിലേക്കാണ് നമ്മൾ ബാപ്റ്റിസം എടുക്കുന്നത്. അപ്പൊ അവനിലേക്ക് ബാപ്റ്റിസം എടുക്കുമ്പോൾ നമ്മള് വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ പുതിയ ജീവിതത്തിലേക്ക് വരും, നമ്മൾ വീണ്ടും ജനിച്ചവരായിട്ട് വരുന്നത്. അപ്പൊ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കപ്പെട്ടവരായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യം ജോണിന്റെ 3 പറഞ്ഞിരിക്കുന്നത്, വെള്ളത്താൽ ആത്മാവിനും ജനിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. വീണ്ടും ജന്മം പ്രാപിക്കാൻ നമുക്ക് ആർക്കും എന്താ പറയുന്നത് സ്വർഗത്തിന്റെ രാജ്യം കാണാൻ സാധിക്കത്തില്ല. കാരണം ആത്മാവിനാൽ ജനിക്കുന്ന ആത്മാവുണ്ട്. നമ്മൾ നേരത്തെ ആത്മാക്കളായിരുന്നു അവനിലായിരുന്ന സമയത്ത് അല്ലെ, അവനിൽ നമ്മളുണ്ടായിരുന്നു. ലോകാരംഭത്തിന് മുമ്പേ നമ്മളെ സൃഷ്ടിച്ചാന്ന് പറഞ്ഞു. ലോകാരംഭത്തിന് മുമ്പേ നമ്മളെ പറ്റി അറിയാൻ യേശു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിലായിരുന്നു നമ്മൾ, യേശുവിലായിരുന്നു. ആത്മാക്കളായിട്ട് അവനിൽ തന്നെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പം ലോകത്തിലേക്ക് ആദത്തിനെ ഇവനെയും വിടുമ്പോ അല്ലെ,
അവര് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 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 ജീവിതമായിരുന്നല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ ദൈവത്തെ തപ്പി നോക്കി, സോറി, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തൻ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പൊ ലോകത്തിൽ മൊത്തം ജനങ്ങളെ ഇങ്ങനെ എല്ലായിടത്തും ജനത്തെ ദൈവം സൃഷ്ടിച്ചു അല്ലെ, ഭൂതലം മൊത്തം നിറയുന്നതിന് വേണ്ടി. പിന്നെ അവർക്ക് കാലങ്ങൾ, അവരെന്ത് ജീവിച്ചിരിക്കണം, ഏത് സമയത്ത്, എത്ര വർഷം, അതൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അവരുടെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അല്ലെ. അപ്പൊ അതിരുകൾ, ഓരോ രാജ്യത്തിന് എത്ര അതിരുകൾ ഉണ്ടായിരിക്കണം, എന്തോരം സ്ഥലം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാം തീരുമാനിച്ച ദൈവം തമ്പുരാൻ തന്നെയാണെന്ന്. ഇനി 24ാമത്തെ വാക്കൂല, അവൻ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മൾ ആർക്കും അകന്നിരിക്കുന്നു എന്നവനല്ല, എങ്കിലോ അവനിലോ നാം ജീവിക്കുന്നതും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ കവിമാന്മാർ ചില നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവനിലാണ് നമ്മൾ ജീവിക്കുന്നത്, ചരിക്കുന്നത്, ഇരിക്കുന്നത് അവനിൽ തന്നെയാണ്. അവനിൽ മാത്രമേ ജീവനുള്ളൂ. അവനാണ് ജീവൻ. യേശു തന്നെ പറഞ്ഞു, ഞാൻ ജീവനാണ്, സത്യമെന്ന് വഴിയാണെന്ന് പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ നമ്മൾ അവനിലായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവനുള്ളൂ. യേശു നമ്മുടെ ഉള്ളിലും യേശുവിൽ നമ്മളുമാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെ. യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ, നമ്മൾ യേശുവിലാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. യേശുവാണ് മുന്തിരിവള്ളി, മുന്തിരിയുടെ ശാഖകളാണ് നമ്മൾ. ആ ശാഖ മുന്തിരിവള്ളിയുമായിട്ട് ഒട്ടി നിന്നെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒട്ടി നിൽക്കണം എന്നുള്ളൊരു തീരുമാനമാണ് പിതാവിന് നമ്മളെപ്പറ്റി ഉള്ളത് അല്ലെ. അപ്പോ ഇവിടെ പറയാം, നമ്മളിവിടെ ജീവിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവനിൽ തന്നെയാണ്. അപ്പോ ഇവിടെ 26ാമത്തെ വാക്ക് പറയാ, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് നമ്മളെ ആക്കി വെച്ചിരിക്കുക. അവനെ അന്വേഷിക്കുന്നവരായിരിക്കണം അല്ലെ. അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്. അവനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കും. എന്തിനാണ് നമ്മൾ യേശുവിനെ അന്വേഷിക്കാൻ പറയുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആടത്തിനെയും ഹവ്വാനെയും ദൈവം സൃഷ്ടിക്കുമ്പോ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആടത്തിന്റെയും ഈവിന്റെയും അവരുടെ പാവത്തിന്റെ സമയം വരെ അല്ലെ, പാവം ചെയ്ത് വീഴുന്നോടും വരെ അത് ഇറ്റേണിറ്റി ആയിരുന്നു, നമ്മുടെ നിത്യതയായിരുന്നു അല്ലെ. നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒപ്പമായിരിക്കുന്ന ഒരു അവസ്ഥ, എന്നും ദൈവത്തിന്റെ ഒപ്പമായിരിക്കും. അപ്പൊ അവര് നിത്യതയിലാണ് ദൈവം സൃഷ്ടിച്ചത് അല്ലെ, അവർ നിത്യതയിലായിരുന്നു. പക്ഷേ അവര് പാവം ചെയ്തപ്പോ വീണുപോയി അല്ലെ. ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് ആയിപ്പെട്ടു പോവുക തന്നെ ചെയ്തു അല്ലെ. അപ്പൊ നിത്യതയിൽ നിന്ന് നിത്യത അല്ലാത്തതിലേക്ക് അല്ലെ, ഇമ്മോർട്ടാലിറ്റിയിൽ നിന്ന് മോർട്ടാലിറ്റിയിലേക്ക് അല്ലെ, നിത്യതയിൽ നിന്ന് എന്താ പറയാ, ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിലേക്ക് നമ്മൾ വീണു പോയിരിക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നിന്ന്, ഒരവസ്ഥയിൽ നിന്ന് അല്ലെ, നമ്മളെ എന്താ പറയാ, കരകയറ്റിക്കൊണ്ട് അല്ലെ. ഇപ്പൊ ഡേവിഡ് പറഞ്ഞ പോലെ, ഞാൻ ആ ഒരു ഹൊറിബിൾ ആയിട്ടുള്ള പിറ്റിലായിരുന്നു, എന്നെ ഒരു മൈരി ക്ലേയിലായിരുന്നു, അവിടെ നിന്ന് എന്നെ പൊക്കിക്കൊണ്ട് വന്നു, എന്നെ യേശു വന്ന പാറയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ അതുപോലെ നമ്മള് യേശു വന്ന പാറയിൽ ഉറപ്പിച്ചെന്ന് ഡേവിഡ് പറഞ്ഞില്ല, പാറയിൽ ഉറപ്പിച്ചു എന്ന് ഡേവിഡ് പറഞ്ഞു. ആ പാറ ആരെന്നുള്ള കാര്യം നമുക്കറിയാം, യേശു ആണല്ലോ അല്ലെ. അപ്പൊ നമ്മളെ അതുപോലെ തന്നെ ആ കുഴിയിൽ നിന്ന്, ചേറ്റുകുഴിയിൽ നമ്മൾ കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ട് വന്ന് നമ്മൾ ഇന്ന് യേശു വന്ന പാറയിൽ നിർത്തി യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ വാഷ് ചെയ്തിട്ട് അല്ലെ, നമ്മൾ തിരിച്ച് നമ്മുടെ നിത്യയിലേക്ക് ദൈവം കൊണ്ടുവരുവാണ് ചെയ്യുന്നത്, തിരിച്ച് ജീവിതത്തിലേക്ക് അല്ലെ. അപ്പൊ യേശുവിലാണ് നിത്യതയെങ്കിൽ നമ്മൾ യേശുവിലേക്ക് തിരിച്ചു വരും. അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് നമ്മള് എന്താ പറയണേ, നമ്മളോട് ദൈവം അപ്പൊ യേശുവിലേക്ക് തിരിച്ചു വരുക എന്ന് പറയുമ്പോ എല്ലാം യേശുവിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊളോസ്യർക്കെതിരെ 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ദൈവത്തിന്. അപ്പൊ അന്ന് യേശുവിലാണ് അല്ലെ. എങ്ങനെയാകുമ്പോ നിത്യതയും യേശുവിലാണ് അല്ലെ. അപ്പോ വീണ് പോയി കഴിയുന്ന വ്യക്തികള് അവരെ തിരിച്ചു കൊണ്ടുവരിക അല്ലെ, ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക എന്നുള്ളതാണ് പിതാവിന്റെ ഹിതം. അപ്പൊ അതിനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത് അല്ലെ. അപ്പൊ ദൈവം ഒരു കാര്യം വെച്ചു, ആരെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് യേശുവിന്റെ ഒപ്പമായിരിക്കാൻ ദൈവം താല്പര്യമില്ല. കിഡ്നാപ്പിംഗ് പരിപാടിയൊന്നുമില്ല, ആരെയും ഫോഴ്സ്ഫുള്ളി ഒന്നും ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. അതിനായിട്ട് പറഞ്ഞേക്കുന്നത് അവനെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ചാൽ ദൈവം അത്ര അടുത്താണ്, നമ്മുടെ അടുത്താണ് അല്ലെ. നമ്മുടെ അത്ര അടുത്താണ്. നമ്മള് അന്വേഷിക്കുക, മുട്ടുവിൻ തുറക്കപ്പെടുന്നു പറഞ്ഞു, നമ്മുടെ തൊട്ടടുത്താണ് യേശു. അപ്പോ ആർക്കും, ഈ ലോകത്തിലെ സകല ആൾക്കാർക്ക് സകല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന യേശുക്രിസ്തു തന്നെയാണല്ലോ അല്ലെ.
നമ്മള് വിശ്വാസത്തിലൊക്കെ വരുന്നതിന് മുമ്പേ എത്രയോ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. പിശാച് ആരുടെയും പ്രാർത്ഥന കേൾക്കത്തില്ല. പിശാച് ആർക്കും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. ആർക്കും ഒരു ഹെൽപ്പുമായിട്ട് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയല്ല പിശാച്. അല്ലേ? അപ്പോ നമ്മളുടെ പ്രാർത്ഥന കേട്ടത് യേശു തന്നെയാണ് നേരത്തെ. നമ്മൾ യേശുവിനെ മനസ്സിലാക്കാതിരുന്ന കാലത്തും കൂടെ നമ്മളുടെ നമ്മൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെല്ലാം തന്നുകൊണ്ടിരുന്നത് യേശു തന്നെയാണ്. അല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോ ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയും അന്വേഷിക്കുന്നവർ ആയിരിക്കുക. യേശുവിനെ അന്വേഷിക്കുന്നവരായിരിക്കുക. സീക്ക് ഹിം എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെ? നമ്മള് തപ്പി നോക്കി എങ്ങനെയാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അവർ തപ്പി നോക്കി കണ്ടെത്തുമെന്ന്. അപ്പൊ ദൈവത്തെ കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കും. അല്ലെ? കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ച് അവനിലേക്കാകുന്നെങ്കില് നമ്മൾ അവനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കണം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന മനുഷ്യവർഗത്തിന് പാപികളെ അന്വേഷിച്ചാണ് ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ലെ? അപ്പൊ നമ്മള് യേശുവിനെ അന്വേഷിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ഫ്രീ വില്ല് അല്ലെ? ഫ്രീ വില്ല് നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുകയാണ്. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അല്ലെ? ഓരോ ഇതിപ്പോ നമ്മുടെ സാൽവേഷനെ പറ്റി മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തെ പറ്റിയാ പറയുന്നത്. ജീവിതം കംപ്ലീറ്റ്ലി ഇതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു യേശുവിനെ രക്ഷകനായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു നിമിഷത്തെ പറ്റിയല്ല പറഞ്ഞത്. ജീവിതം മൊത്തം അല്ലെ? അവനെ അന്വേഷിക്കുന്ന വ്യക്തികൾ ആയിരിക്കും അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോഴും ജീവിതത്തിന്റെ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും യേശുവിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള അല്ല കാര്യങ്ങൾ മാത്രം ചെയ്യും. അവനെന്താണ് ഇഷ്ടം? യേശുവിന് എന്താണ് ഇഷ്ടം? അത് മാത്രം ചെയ്യുന്ന വ്യക്തികളായിരിക്കുക. നമ്മുടെ ഇഷ്ടത്തിന് പുറകെ പോകുന്ന വ്യക്തികളാകാതിരിക്കുക. അതിനെപ്പറ്റിയാണ് ദൈവം പറയുന്നത് അല്ലെ? നമ്മുടെ ഇങ്ങനെയുള്ള പറഞ്ഞു നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും അവനിലാണ്. അപ്പൊ നമ്മള് ജീവിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും അവനിലാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് അല്ലെ? അതിനുവേണ്ടി ദൈവം എങ്ങനെയാ പറഞ്ഞത്? നമ്മളെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ചിട്ട് അല്ലെ? നമ്മൾ കണ്ടെത്തുന്നവരൊക്കെ അന്വേഷിക്കുന്ന വ്യക്തികൾ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മള് അവനിലായിരിക്കും. അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ അവനെ കണ്ടെത്തുകയും നമ്മൾ ഓരോ യേശുക്രിസ്തു നമ്മളിലേക്ക് നമ്മളെ അവനെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയും അല്ലെ? അങ്ങനെ നമ്മൾ അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെ? മൂന്നാമത്തെ ചാപ്റ്റർ 2 കൊരിന്ത്യരുടെ 3 ചാപ്റ്റർ 18 വാക്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവന്റെ ഗ്ലോറിയിലേക്ക് നമ്മൾ അല്ലെ? ഒരു കണ്ണാടിയിൽ എന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡേ ബൈ ഡേ ഓരോ ദിവസവും അവന്റെ ഇമേജിലേക്ക് അവന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ അവനെ കണ്ടെത്തും. പിന്നെ നമ്മൾ അന്വേഷിക്കുന്നു അല്ലെ? ഓരോ നിമിഷം നമ്മൾ അന്വേഷിക്കുന്നു. ഓരോ നിമിഷം അവന്റെ ഇഷ്ടം നമ്മൾ നോക്കുന്നു. ഓരോ നിമിഷം നമ്മൾ ജീവിക്കുന്നു അവന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷം അവന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. യേശുക്രിസ്തു എങ്ങനെ പറഞ്ഞിരിക്കുന്നത് 17 ചാപ്റ്ററിൽ ജോണിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിതാവേ ഈ മനുഷ്യർ അല്ല തന്റെ അപ്പോസ്തലന്മാർ വഴി രക്ഷിക്കപ്പെടുന്ന വ്യക്തി അതായത് നമ്മളെല്ലാവരും അല്ലെ? അവരെല്ലാവരും ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ ആയിരിക്കണമെന്ന് ഞാൻ ഡിസയർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എന്റെ ഗ്ലോറി കാണാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ അവര് ബിഹോൾഡ് ചെയ്യണം യേശുക്രിസ്തുവിന്റെ ഗ്ലോറി. യേശുവിന്റെ ഗ്ലോറി അവർക്ക് കാണണം അല്ലെ? മഹിമ. അപ്പൊ അതിനായിട്ട് നമ്മളെ യേശുവിന്റെ ഗ്ലോറി എന്താ പറയുക കാണുന്നതിന് വേണ്ടി അവന്റെ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മള് യേശുവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ തിരിച്ച് നമ്മൾ യേശുവിലായിപ്പെടുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം അല്ലെ? അപ്പൊ അതിനുവേണ്ടി എബ്രായർക്ക് ലേഖനത്തിൽ 2 ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പല ബ്രദേഴ്സിനെ അല്ലെ യേശുവിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ? നമ്മളുടെ സാൽവേഷന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പിതാവ് സഫറിങ് വഴി പെർഫെക്റ്റഡ് ആക്കി എന്നാ പറഞ്ഞത്. 10 വാക്ക് എടുത്ത് വായിച്ചു 19 എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എന്താ പറയുക എബ്രായർക്ക് ലേഖനത്തിന്റെ 2 ചാപ്റ്ററിന്റെ 10-11 ഒക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ യേശുവിന് മനുഷ്യനായിരുന്നപ്പോ ഈ ലോകത്തല്ലേ സഫറിങ് വഴി പെർഫെക്റ്റഡ് ആക്കി നമ്മളെ യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളെയും തിരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്ലോറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ ഗ്ലോറിയിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക. തിരിച്ച് ദൈവത്തിലേക്ക് വരിക. ദൈവം നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുന്നു. അപ്പൊ നമ്മള് തിരിച്ച് നമ്മുടെ ഗ്ലോറിയിലേക്ക് നമ്മൾ വരുന്നു അല്ലെ? അപ്പൊ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അവന്റെ ഒപ്പമായിരിക്കും യേശുവിന്റെ ഒപ്പമായിരിക്കുക എന്നുള്ളതാണ്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമല്ല നമ്മള് അല്ലെ?
നമ്മളാരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം നമ്മുടെ ദൈവം. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുക, അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കുക, യേശുവിനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കുക. അതാണ് ദൈവത്തിന്റെ ഹൃദയം, അല്ലെ? നമ്മൾ അന്വേഷിക്കുന്നവരായിരിക്കുക. നമ്മളെ തേടിയെത്തിയതാണ്, അല്ലെ? നമ്മളെ പാപികളായിരുന്നു നമ്മളെ തേടിയെത്തി രക്ഷപ്പെടുത്തിയതാണ് യേശുക്രിസ്തു. അപ്പൊ യേശുവിനെ അന്വേഷിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക, സ്നേഹിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, അല്ലെ? പത്രോസ് 3 പ്രാവശ്യം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നെ അവർക്ക് പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല, അവര് പിന്നെയും ബോർൺ അഗെയിൻ ക്രിസ്ത്യനൊക്കെ ആയതിനു ശേഷം പിന്നെയും പത്രോസും ബാക്കി കുറച്ച് ശിഷ്യന്മാരും എല്ലാവരും കൂടി മീൻ പിടിക്കാൻ പോയി. അപ്പൊ അവിടെ വെച്ച് കരയിൽ വെച്ച് യേശുക്രിസ്തു അവരെ കാണുമ്പോൾ അവര് പത്രോസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പത്രോസെ, സൈമൺ, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുമോ, നീ എന്നെ സ്നേഹിക്കുന്നു, ഇതിനേക്കാളും അധികം നീ എന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് 3 പ്രാവശ്യം യേശു ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നു, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് ദൈവം നോക്കുന്നത്, അല്ലെ? സ്നേഹിക്കുന്നവരാണോ നമ്മൾ എന്നുള്ളത്, അല്ലെ? നമ്മള് യേശുവിനെ അന്വേഷിക്കുന്നവരാണോ, യേശുവിന്റെ ഹൃദയത്തിന് പുറകെ പോകുന്ന വ്യക്തികളാണോ? ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്നവനാണ് ഡേവിഡെങ്കിൽ നമ്മളും ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടക്കുന്ന വ്യക്തികളാണോ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ഹിതം. നമ്മളെപ്പറ്റിയുള്ള ഹിതം എന്താണ്? അവനിലായിരിക്കുന്നവരായിരിക്കും എപ്പോഴും 24/7 അവനിലായിരിക്കുന്ന വ്യക്തികളായിരിക്കും, അവനെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കുക, അവനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കും. അതാണ് ദൈവം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാകുമ്പോ നഷ്ടപ്പെട്ടു പോയതിലേക്ക് തിരിച്ച് നമുക്ക് വരാൻ സാധിക്കും, അല്ലെ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ മഹിമ അത് നമുക്ക് തിരിച്ച് ദൈവം തരുക തന്നെ ചെയ്യും. നമ്മുടെ നിത്യതയിൽ നമ്മള് സേഫ് ആയിരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മള് അറിഞ്ഞിരിക്കേണ്ട, അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കുക. സ്വന്തം തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക, അവന് വേണ്ടി ഒരു ജീവിതം ജീവിക്കുക, യേശുവിന് വേണ്ടി ഒരു ജീവിതം ജീവിക്കുക. അവിടെയാണ് സെക്യൂരിറ്റി ഉള്ളത്, അവിടെയാണ് സന്തോഷമുള്ളത്. അവനെ അന്വേഷിക്കുന്നിടത്താണ് നമ്മൾ അവനെ കണ്ടെത്തുന്നത്. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ യേശുവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ അവിടെ സമാധാനവും സന്തോഷമുണ്ട്. 16-ാമത്തെ സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ സാന്നിധ്യത്തിലാണ് ഏറ്റവും എന്താ പറയാ പെർഫെക്ഷൻ, അല്ലെ? എന്താ പറയാ സന്തോഷത്തിന്റെ പെർഫെക്ഷൻ ഉള്ള യേശുവിന്റെ പ്രസൻസിലാണ്. അപ്പൊ യേശുവിന്റെ പ്രസൻസിൽ വേണമെങ്കിൽ നമ്മൾ അവനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അന്വേഷിക്കുന്ന വ്യക്തികളാകാം നമുക്ക്. അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുക തന്നെ ചെയ്യും, അല്ലെ? ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കാം. അന്വേഷിക്കുന്നതിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം, അന്വേഷിക്കുന്നവർക്ക് വേണ്ടി തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് യേശുക്രിസ്തു. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി കിങ്. താങ്ക് യു മൈറ്റി കിങ്. ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. ഹല്ലേലൂയ ഫാദർ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം തന്നതിനായിട്ടും അങ്ങയുടെ ഒപ്പം ഞങ്ങൾ നിത്യത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അങ്ങയുടെ പാതയിൽ കൂടെ നടക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു, കൃപതാണെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുക. ഒരാൾ പോലും വീട് പോകാൻ ഇടവരുത്താതിരിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ കണ്ണുകളെന്നും അങ്ങിൽ തന്നെ ഫിക്സ്ഡ് ആയിരിക്കട്ടെ കർത്താവേ. ഈ ലോകത്തുള്ള ഒന്നിനും തന്നെ ഞങ്ങളെ അങ്ങനെ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ ഒരു കഴിവില്ലാതിരിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ജീവിതം മൊത്തം അങ്ങിൽ തന്നെ ആയിരിക്കട്ടെ. നന്ദി പിതാവേ, നന്ദിയുള്ള ഹൃദയമായിരിക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി ദൈവത്തിന് മാത്രം.